ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ആരാണ് നിങ്ങളെ ഒളിഞ്ഞിരുന്ന് അല്ലെങ്കിൽ മറഞ്ഞിരുന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആരാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന, മറഞ്ഞിരുന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണ്? ഇതുവരെ നിങ്ങളോട് ഒരു സ്നേഹമാണ്, ഇഷ്ടമാണ്, അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റ്, റിലേഷൻഷിപ്പ് എന്നൊന്നും പറഞ്ഞവർ വന്നിട്ടില്ല എങ്കിൽ കൂടിയും വളരെയധികം നിങ്ങളെ ഇഷ്ടമാണ് ആ ഒരു പേഴ്സണ്. ആ ഒരു നിങ്ങളറിയാതെ നിങ്ങളെ മറഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ്? ഓക്കെ, നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ്? നിങ്ങളറിയാതെ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണ് എന്നുള്ളതാണ് നമ്മളോട് നോക്കുന്നത്. ഓക്കെ, നമ്മൾ മാസ്റ്റർ കാർഡും കൂടി എടുത്തിട്ടുണ്ട്. ടെമ്പറൻസ് കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ജസ്റ്റ് കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നമ്മൾ നോക്കാനായിട്ട് ശ്രമിക്കുന്നത് നിങ്ങളെ മറഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ ആരാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡ് മുഴുവൻ നമ്മൾ നോക്കുമ്പോൾ ശക്തമായിട്ടുള്ള ഒരു മാസ്കുലിൻ എനർജിയാണ് കാണുന്നത്. ഇതൊരു സാധാരണ ഒരു ക്രഷ് എന്ന പോലത്തെ ഒരു എനർജി അല്ല. ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ആഴത്തിലുള്ള അറ്റാച്ച്മെന്റും ഇമോഷണൽ കണക്ഷനുമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അത് തുറന്നു പറയാനായിട്ട് അവർക്ക് ഇപ്പോഴും പൂർണ്ണമായിട്ടൊരു ധൈര്യവും വന്നിട്ടില്ലാത്ത ഒരു പേഴ്സണാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യൂൻ ഓഫ് പെന്റക്കിൾസും കിങ് ഓഫ് പെന്റക്കിൾസും, രണ്ട് പെന്റക്കിൾസിന്റെ കാർഡുകൾ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഈ രണ്ട് കാർഡുകൾ ഒരുമിച്ച് വന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സൈനാണ്. ഇതൊരു സോൾമേറ്റ് മിററിംഗ് എനർജി പോലെയാണ്. നിങ്ങളെ അവർ ഫ്യൂച്ചറിൽ ഒരു പാർട്ട്ണർ മെറ്റീരിയൽ ആയിട്ടൊക്കെ തന്നെയാണ് കാണുന്നത്. അതായത് ഫ്യൂച്ചറിൽ നിങ്ങളുമായിട്ട് ഒരു ഫാമിലിയൊക്കെ ബിൽഡ് ചെയ്ത് നല്ല രീതിയിൽ കുട്ടികളൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ടൊരു ഫാമിലി ബിൽഡ് ചെയ്ത് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ നിങ്ങളെ കാണുന്നത്. അല്ലാതെ ഒരു തമാശയ്ക്ക് വേണ്ടി, ഒരു അട്രാക്ഷന് വേണ്ടി, ഒരു ആവേശത്തിന് വേണ്ടി വന്നിട്ട് പിന്നെ നിങ്ങളെ വിട്ടിട്ട് പോകാം ആ ഒരു രീതിയിലല്ല അവർ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കെയറിങ് നേച്ചർ, അതുപോലെ തന്നെ നിങ്ങളുടെ മെച്യൂരിറ്റി, റെസ്പോൺസിബിൾ ആറ്റിറ്റ്യൂഡ്, എന്ത് ജോലി ഏൽപ്പിച്ചാലും അതൊരു 100% കെയറിങ്ങോടും 100% വാല്യൂ കൊടുത്തും നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ ഒരു കാം എനർജി, എന്ത് കാര്യം വന്നാലും ഒരു ശക്തമായിട്ട് നിലകൊണ്ടുകൊണ്ട് അതിനു വേണ്ടിയിട്ട് പ്രതിരോധങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഉള്ള നിങ്ങളുടെ ആ ഒരു കഴിവ്, അല്ലാതെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ഓടി ഒളിക്കുകയോ അല്ലെങ്കിൽ വെപ്രാളപ്പെടുകയോ ഒന്നും ചെയ്യാതെ ആ ഒരു പ്രശ്നത്തെ വളരെ ഒരു സുതാര്യമായിട്ട് നേരിടാനുള്ള നിങ്ങളുടെ ആ ഒരു എനർജി, ആ ഒരു കഴിവ്, ഇതൊക്കെയാണ് അവരെ ഏറ്റവും കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിച്ചത് എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഈ വ്യക്തി സാധാരണയായി ഒരു ഫൈനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒന്ന് സ്റ്റേബിൾ ആകാനായിട്ട് ശ്രമിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ചിലപ്പോൾ ഒരു ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിന് വേണ്ടിയിട്ട് വളരെയധികം കഠിനമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ കൊച്ചു കൊച്ചു പൈസകളൊക്കെ സേവ് ചെയ്ത് വെച്ചിട്ട്, നിങ്ങൾക്ക് അറിയുന്ന ഒരാളൊക്കെ ആണെങ്കിൽ പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ച് ഒരു ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആകണം, കാശ് ഉണ്ടാക്കണം ആ ഒരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാകാനായിട്ട് ഇവിടെ ഒരു ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കരിയറിൽ ഒത്തിരി ഫോക്കസ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതോടൊപ്പം തന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഈ ഒരു പേഴ്സന്റെ ബിഹേവിയർ അല്ലെങ്കിൽ ഇവരുടെ ക്യാരക്ടർ ഫാമിലി വാല്യൂ ആയിട്ട് കാണുന്ന, കുടുംബത്തെ ഒത്തിരി സ്നേഹിക്കുന്ന ഒരു വ്യക്തി, കുടുംബത്തിന് ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് കാണുന്നുണ്ട്. പിന്നെ സീരിയസ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അല്ലാതെ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പോകുന്ന, കളിച്ചിരിച്ച് നടക്കുന്ന ആ ഒരു രീതിയിലുള്ള വ്യക്തിയല്ല, വളരെ സീരിയസ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്ന് കാണുന്നുണ്ട്. അപ്പൊ അവരുടെ മനസ്സിൽ നിങ്ങളൊരു ടെമ്പററി ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സൺ അല്ല, ഒരു ലോങ് ടൈം വാല്യൂ ഉള്ള ഒരാളാണ്. ലോങ് ടൈം വാല്യൂ, ഇമ്പോർട്ടൻസ് അവർ നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ വ്യക്തി വളരെ ഒരു ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഫീലിങ്സ് ഉള്ളപ്പോഴും അത് കൺട്രോൾ ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അവർ
ഒത്തിരി നിങ്ങളെ സ്നേഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് ഓടി വന്ന് അത് പറയണമെന്ന് ആഗ്രഹിക്കുമ്പോൾ പോലും അത് അവർ കൺട്രോൾ ചെയ്ത് പിടിക്കുന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെ സൈലന്റ്ലി ഒബ്സർവ് ചെയ്യുകയാണ്, മാറി നിന്ന് നിങ്ങളെ ഒബ്സർവ് ചെയ്യുന്നു. നിങ്ങളുടെ സംസാര ശൈലി, നിങ്ങളുടെ റിയാക്ഷൻസ്, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇടുന്ന ആ ഒരു പ്രസൻസ്, ഇതൊക്കെ അവർ നോക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ബിഹേവിയർ, ഇതൊക്കെ ഇവർ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. പക്ഷെ കിങ് ഓഫ് സോഴ്സിന്റെ ഒരു എനർജി കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നത് ഇമോഷൻസ് നേരിട്ട് പറയാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇവരുടെ ഒരു ബിഹേവിയർ അങ്ങനെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു റിജക്ഷൻ ഫിയർ ഇവർക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഇനി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തുള്ള ഒരു ഷോക്കായിരിക്കും അത്. കാരണം നിങ്ങൾ തമ്മിൽ ഒത്തിരി ഡിഫറൻസുകൾ, പല കാര്യങ്ങളിലും ഡിഫറൻസ് ഉള്ള വ്യക്തികളാണെന്ന് മനസ്സിലാകുന്നുണ്ട്. മതപരമായ കാര്യങ്ങളിലായാലും സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും ഫാമിലി, കൾച്ചർ, ഈ കാര്യങ്ങളിലൊക്കെ ഒത്തിരി ഡിഫറൻസ് ഉള്ള വ്യക്തികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമോ എന്ന് ഈ ഒരു വ്യക്തി പേടിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ശരിക്കും നിങ്ങളിലേക്ക് വന്ന് ആ ഒരു ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ താനൊന്ന് ഒത്തിരി താന്നു പോകുമോ, അല്ലെങ്കിൽ ഒരു കുറച്ചിലായിട്ട് അവർ കാണുന്നുണ്ട്. ആ ഒരു രീതിയിലൊക്കെ അവർക്കൊരു ഇതുള്ളത് കൊണ്ടും അവരങ്ങനെ നിൽക്കുന്നു. കൂളായിട്ട് ബിഹേവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഇവർക്ക് വളരെയധികം ശക്തമാണ്. അതായത് എന്ത് പ്രശ്നത്തിൽ നിന്നാലും ഞാൻ വളരെ കൂളാണ് എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ഇമോഷൻസ്, ഇത്രയധികം സ്നേഹവും, നിങ്ങളുടെ തൊട്ടടുത്ത് നിന്നാലും നിങ്ങളൊന്ന് ഹഗ് ചെയ്യണമെന്ന് തോന്നിയാൽ പോലും അത് കൂളായിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ടും കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഈ വ്യക്തിക്ക് നിങ്ങളിലേക്കുള്ള ഒരു അട്രാക്ഷൻ നോക്കുകയാണെങ്കിൽ വളരെയധികം ശക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അവര് നിങ്ങളോട് സംസാരിക്കാനും അടുത്ത് വരാനും ഒക്കെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു സമയത്തിന്റെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാരണം അത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റുന്നില്ല. കുറച്ച് ഈഗോസ് കാരണം വരാനായിട്ട് പറ്റാത്ത അവസ്ഥയുണ്ട്. കുറച്ച് ആളുകൾക്ക് പേഴ്സണൽ സ്ട്രഗിൾസ് കാരണം നിങ്ങളുടെ അരികിലേക്ക് വരാൻ പറ്റുന്നില്ല. ഇതൊക്കെ കാരണം അവർ സ്വയം അവരെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ നിങ്ങളെക്കുറിച്ച് അവർ ഒത്തിരി ഇമ്പൾസീവ് തോട്ട്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. ഇമ്പൾസീവ് തോട്ട്സ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ സഡൻലി കൺട്രോൾ ഇല്ലാതെ മനസ്സിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് സാധാരണ ഓർമ്മകൾ വരുന്ന പോലെയല്ല, സഡൻ ഇമോഷണൽ അല്ലെങ്കിൽ ഒരു പാഷനേറ്റ് റഷ് പോലെയുള്ള ഒരു എനർജിയാണ്. ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ, പെട്ടെന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണമെന്ന് തോന്നുക, നിങ്ങളുടെ പ്രൊഫൈൽ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നിങ്ങളോട് സംസാരിച്ച ആ പഴയ മൂമെന്റ്സ് ഒക്കെ എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഇവരെന്ത് ചെയ്യുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇമോഷണലി സഡൻലി അവർ പെട്ടെന്ന് തന്നെ ഒരു ഡൗൺ ആയി പോകും, പെട്ടെന്ന് ഒരു കൂളാകാനായിട്ട് ശ്രമിക്കും. ആ ഒരു എനർജിയാണ്. പലപ്പോഴും നിങ്ങൾ മറ്റുള്ള ആളുകളുമായിട്ട് ഇടപെടുന്നതും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർക്ക് ഒരു ജലസ് ഒക്കെ തോന്നും. അങ്ങനെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളെ കാണണം, സംസാരിക്കണം എന്നൊക്കെ ഒരു അർജ് അവർക്ക് ഉണ്ടാകുന്നതായിട്ടും നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഇമ്പൾസീവ് എനർജി എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് വാൻസിന്റെ കാർഡ് ഫയർ എനർജിയാണ്. അതുകൊണ്ട് ഈ ഒരു വ്യക്തിയുടെ ഫീലിങ്സ് വളരെ കാമായിട്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് കാമല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെയധികം എക്സൈറ്റ്മെന്റ് അവർക്ക് വരുന്നു, അട്രാക്ഷൻ തോന്നുന്നു, റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നു, ഇമോഷണൽ റഷ്, ഇതെല്ലാം ഒരുമിച്ച് അവർക്ക് വരികയാണ്. അതുകൊണ്ടാണ് ചിലപ്പോൾ വളരെ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് പോലെ അവർ ബിഹേവ് ചെയ്യുകയും പിന്നീട് സഡൻലി ഒരു സൈലന്റ് ആവുകയും ചെയ്യും. വീണ്ടും അവർ നിങ്ങളിലേക്ക് വരും. അപ്പോൾ ആ ഒരു സിഗ്നൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതിനുശേഷം അതൊരു പകുതി വെച്ച് കട്ടായി പോകുന്ന എനിക്ക് തോന്നലായിരിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. വീണ്ടും ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പാറ്റേൺ ആ ഒരു രീതിയിലാണ് ഇവിടെ കാണാനുള്ള സാധ്യത. കാരണം ഫീലിങ്സ് വളരെയധികം സ്ട്രോങ് ആണ്, പക്ഷെ കൺട്രോൾ ഈക്വലി സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു തോട്ട്സ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ മാത്രമാണോ എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പറയാൻ പറ്റും അല്ല എന്ന് തന്നെ. സ്പ്രെഡിൽ കിങ് ഓഫ് കപ്സും അതുപോലെ 2 ഓഫ് കപ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് നിങ്ങളോട് ഈ ഒരു പേഴ്സൺ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഫിസിക്കൽ ആയിട്ടുള്ള അട്രാക്ഷൻ മാത്രമല്ല, ഇമോഷണലി വളരെയധികം ഡീപ്പായിട്ടുള്ള ഒരു അട്രാക്ഷൻ തന്നെയാണ്. നിങ്ങളോട് സ്പെഷ്യൽ ബോണ്ട് ഫീൽ ചെയ്യുന്നുണ്ട്, നിങ്ങളെ ഒരു ലൈഫ് പാർട്ട്ണർ ആ ഒരു രീതിയിൽ കാണുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. പക്ഷെ നൈറ്റ് ഓഫ് വാൻസ് കാരണം ആ ഒരു ഫീലിങ്സ് ചിലപ്പോൾ സഡൻലി പാഷനേറ്റ് റിയാക്ഷൻ ആയിട്ട് പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തുകൊണ്ട് അവരിത് തുറന്നു പറയുന്നില്ല എന്നുള്ളൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു വ്യക്തി ഉള്ളിൻ്റെ ഉള്ളിൽ ഇമോഷണലി വൂണ്ടഡ് ആണ് എന്നാണ് കാണുന്നത്. പാസ്റ്റിൽ ഉണ്ടായ റിജക്ഷൻ, പാസ്റ്റിലെ റിലേഷൻഷിപ്പ്, ബിട്രോവൽ, ഇൻസെക്യൂരിറ്റി, സെൽഫ്
ഡൗട്ട് എന്നീ കാര്യങ്ങളൊക്കെ ഇവരിപ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫീലിങ്സുകളൊക്കെ മറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത് അതുകൊണ്ടാണ്. നേരിട്ട് പറയാതെ ഇൻഡയറക്റ്റ് ബിഹേവിയർ ഒക്കെ കാണിക്കുന്നത്, ചിലപ്പോൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ ചെയ്യും, കെയറിങ് ഉണ്ടായിട്ടും ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നത് അതുകൊണ്ടാണ്. 5 of Swords എനർജി കൊണ്ട് തന്നെ അവരുടെ മനസ്സിനെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഫീലിങ്സ് പറയണോ അല്ലെങ്കിൽ അകലെ മാറിപ്പോകണമോ, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മിക്സഡ് ആയിട്ടുള്ള സിഗ്നൽസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ്. 6 of Wands അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ആ ഒരു നിങ്ങളുടെ ഒരു കോൺഫിഡൻസ്, നിങ്ങളുടെ ബ്യൂട്ടി, നിങ്ങളുടെ പേഴ്സണാലിറ്റി, പബ്ലിക് ഇമേജ്, ഈ കാര്യങ്ങളെല്ലാം അവരെ വളരെയധികം ഇംപ്രസ് ചെയ്യുന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇവരെ എനിക്ക് കിട്ടുമോ എന്നൊരു ഇൻസെക്യൂരിറ്റി പോലും അവർക്ക് തോന്നുന്നുണ്ടാവും. നിങ്ങളെ അവരൊരു സ്പെഷ്യൽ പേഴ്സൺ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പം ഈ ഒരു സ്പ്രെഡിന്റെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ഇമോഷണൽ ആയിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ് കിങ് ഓഫ് കപ്സ് കാണിക്കുന്നത്. ഫീലിങ്സ് വളരെ ഡീപ്പാണ്. ഇതൊരു സർഫേസ് അട്രാക്ഷൻ അല്ല, അല്ലെങ്കിൽ കാഷ്വൽ അട്രാക്ഷൻ അല്ല, ഒരു ജെനുവിൻ ഇമോഷണൽ ലവ് എനർജി തന്നെയാണ് എന്നാണ്. 2 of Cups വരുമ്പോൾ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു സോൾ കണക്ഷൻ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. ഇമോഷണൽ പുള്ള്, അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ബോണ്ട് നിങ്ങൾ തമ്മിലുണ്ടെന്ന് പറയാൻ പറ്റും. അതുപോലെ സോൾമേറ്റ് ആൻഡ് കാർമിക് വൈബ് നിങ്ങൾ തമ്മിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ടെമ്പറൻസ് ഫൈനൽ കാർഡ് ആയതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഈ ഒരു കണക്ഷൻ സ്ലോ ആയിട്ട് ബാലൻസ് ചെയ്യുകയാണ്. ഇപ്പോൾ എല്ലാം തുറന്നു പറയാത്തത് ഒരു സമയം വരാനുണ്ട് എന്നുള്ളത് കാരണം കൊണ്ടാണ്. പക്ഷെ ഈ ഒരു ബന്ധം പൂർണ്ണമായി അവസാനിക്കുന്നില്ല. എനർജി അങ്ങനെ ഒരു അവസാനിക്കുന്നു, ഈ ഒരു ബന്ധം തീർന്നു പോകുന്നതായിട്ടൊന്നും കാർഡുകളിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളെ മറഞ്ഞിരുന്ന് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ആരാണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാർഡുകൾ പ്രകാരം ഈ ഒരു വ്യക്തി ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കാം. അതുപോലെ തന്നെ ഇമോഷൻസ് റിവേഴ്സ് ആയിട്ട് കാണിക്കുന്നത്, അതായത് ഒത്തിരി സ്നേഹമുള്ള അല്ലെങ്കിൽ ഒത്തിരി നിങ്ങളോട് സ്നേഹം തോന്നുന്ന ഒരു സമയത്ത് ഒട്ടും സ്നേഹമില്ല, വളരെ കൂളായിട്ട് നിൽക്കുന്ന പോലെ എമോഷൻസ് കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. മെച്യൂർഡ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. കരിയറിൽ സ്റ്റെബിലിറ്റി ഉണ്ടാക്കാനായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം. നിങ്ങളെ ഒരു സൈലന്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഒരാളായിരിക്കാം. അതുപോലെ പാസ്റ്റിൽ ഹേർട്ടുകൾ ക്യാരി ചെയ്യുന്ന, അത് പാസ്റ്റ് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൽ ഒത്തിരി വിഷമിച്ചൊക്കെ നടന്നിട്ടുള്ള വ്യക്തികളൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ആളുകളോ നിങ്ങളുമായിട്ട് സഹകരിക്കുന്ന ആളുകളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാനായിട്ട് പറ്റും. അപ്പം നിങ്ങളോട് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തി തന്നെയാണ്. ഇതൊരു റാൻഡം സ്ട്രേഞ്ചർ എനർജി ആയിട്ട് നമുക്ക് തോന്നുന്നില്ല. ഓൾറെഡി വളരെ ഒരു ക്ലോസ് ആയിട്ട് നിങ്ങളുടെ വഴിയിലേക്ക് വളരെ ക്ലോസ് ആയിട്ട് നിങ്ങളോട് അടുത്ത് നിൽക്കുന്ന ഒരു എനർജി ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ഒത്തിരി അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ്ങിൽ പറയുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹമുണ്ട്, പക്ഷേ കുറച്ച് ഫിയറും ഈഗോയും ഇമോഷണൽ പ്രൊട്ടക്ഷനും ടൈമിങ് ഇഷ്യൂസ് ഒക്കെ കാരണം, ഡിസ്റ്റൻസ് ഒക്കെ കാരണം ഇപ്പോൾ ഇവർ ഒന്ന് മറഞ്ഞു നിൽക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ മനസ്സിൽ നിങ്ങൾക്ക് ഇതിനകം തന്നെ ഒരു പ്രത്യേക സ്ഥാനം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി സ്വന്തം അപ്പിയറൻസ്, പ്രസന്റേഷൻ, ഇമേജ് എന്നിവ ശ്രദ്ധിക്കുന്ന ഒരാളാണ് എന്നാണ് കാണുന്നത്. ഇത് ഒരു അതിഗ്ലാമറസ് ആയിട്ടുള്ള എന്നർത്ഥമില്ല, മറിച്ചൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റെസ്പെക്റ്റബിൾ ഓറയുള്ള ഒരു വ്യക്തിയാണ്. അപ്പിയറൻസ് വൈസ് കാർഡിൽ കാണിക്കുന്ന ഈ വ്യക്തി സാധാരണയായിട്ട് ഒരു ക്ലീൻ ആൻഡ് നീറ്റ് ഡ്രസ്സിങ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നല്ല പെർഫ്യൂം ഒക്കെ, ഫ്രാഗ്രൻസസ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പബ്ലിക്കിൽ കെയർലെസ് ആയി കാണപ്പെടാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. സിമ്പിൾ ആയാലും ഒരു ക്ലാസി ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തി. അപ്പം ഇവിടെ കിങ് ഓഫ് പെന്റക്കിൾസ് എനർജി കൊണ്ട് എക്സ്പെൻസീവ് അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം യൂസ് ചെയ്യുന്ന ഒരു ടേസ്റ്റ് ഈ വ്യക്തിക്ക് ഉണ്ടാകാം എന്നുള്ളതാണ്. പിന്നെ ഇത് ഫിസിക്കൽ അപ്പിയറൻസ് മാത്രമല്ല, ബിഹേവിയർ ഇൻക്ലൂഡഡ് ആണ്. ഈ വ്യക്തി സംസാരിക്കുമ്പോൾ കൺട്രോൾഡ് ആയിട്ടായിരിക്കും സംസാരിക്കുക. പബ്ലിക് ഇമേജ് എപ്പോഴും ശ്രദ്ധിക്കും. ഇമ്മച്വർ ഡ്രാമ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കും. കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ആളുടെ മുന്നിൽ വീക്കായിട്ട് തോന്നാൻ ഇവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ആ ഒരു രീതിയിലായിരിക്കും അവരെ പ്രസന്റ് ചെയ്യുക. ഇമോഷണലി കുറച്ച് ഉള്ളിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അവരത് പുറത്തേക്ക് കാണിക്കില്ല എന്നുള്ളതാണ്. കാരണം ഇത്തരക്കാർക്ക് ഫീലിങ്സ് ഉണ്ടെങ്കിലും അത് ഒരു പുറത്ത് കാണിക്കുന്ന പ്രകൃതക്കാരല്ല. അപ്പോൾ സൈലന്റ് ആയിട്ട് ഇംപ്രസ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുക. ആക്ഷൻസ് വഴി കെയർ കാണിക്കും. റെസ്പെക്റ്റീവ് ഇമേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളെ കാണുമ്പോൾ എക്സ്ട്രാ കോൺഷ്യസ് ആകാം ചില സമയത്ത് അവോയ്ഡ് ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ കാമായിട്ട് കാണപ്പെടും, പക്ഷെ കണ്ണുകളിൽ ആ ഒരു ഫീലിങ്സ് നമുക്ക് കാണാനായിട്ടും പറ്റും. വേർഡ്സ് കുറവായിരിക്കും, ആക്ഷൻസ് ആയിരിക്കും കൂടുതൽ. കെയറിങ് ആക്ഷൻസ് ആയിരിക്കും ഉണ്ടാകുക. ഒബ്സർവേഷൻസ് നിങ്ങൾ എപ്പോഴും ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കാത്ത രീതിയിലായിരിക്കും ആ ഒരു ഒബ്സർവേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ഈ ഒരു മറഞ്ഞിരുന്ന് നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമൻറ്റ് സെക്ഷനിലുള്ള ഹൈപ്പും കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.